കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ വഴി പോയപ്പോൾ LP-STക്കാർ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ കുട്ടികൾ കുറേ പേർ അവിടെ ഇരുന്ന് ഭയങ്കര ചൂടാണ്. ഒന്നാമത് പുറത്ത് നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെ ഷെയ്ഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് പുറത്ത് നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. രാത്രി പോലും കിടന്നാൽ ഉറങ്ങാൻ പറ്റാത്ത ആ ചൂടിലാണ് യുവത്വം, കേരളത്തിലെ യുവത്വം, LP സ്കൂൾ ടീച്ചേഴ്സ്, LF-ST സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, LF-STA ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ, കുറേ തട്ടമിട്ട മുസ്ലിം കുട്ടികളും ഉദ്യോഗാർത്ഥികളും അല്ലാത്തവരും ജീൻസ് ഇട്ടവരും ബാൻഡ് ഇട്ടവരും അങ്ങനെ കുറേ ചെറുപ്പക്കാർ അങ്ങനെ അവിടെ ഇരുന്ന് കണ്ടം പൊട്ടുന്ന ശബ്ദത്തിൽ ഭയങ്കരമായ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും കുറേ പേർ കരയുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു വാർത്ത കണ്ടു. കഴിഞ്ഞ ദിവസമാണ് അങ്ങനെയുള്ള ഒരു വിഭാഗം കടലിൽ അവരുടെ റാങ്ക് ലിസ്റ്റ് കൊണ്ട് കടലിൽ കളയുന്നത് കണ്ടു. അതിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ കൊണ്ടുപോയി അവരുടെ റാങ്ക് ഫയൽ, അവർ പഠിച്ച ബ്രില്യൻസിൻ്റെയൊക്കെ റാങ്ക് ഫയൽ ഉണ്ടല്ലോ, പഠിക്കുന്ന പുസ്തകം, അത് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞു. എത്ര റാങ്ക് ലിസ്റ്റാണ് ഇവിടെ നാമാവശേഷമായി ഒരാളെ പോലും പോസ്റ്റ് ചെയ്യാതെ, ഉറുദു അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ ഒരാളെ പോലും പോസ്റ്റ് ചെയ്യാതെ അങ്ങനെ 100 കണക്കിന് PSC ലിസ്റ്റാണ് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. അപ്പോഴാണ് നമ്മുടെ അരുൺ, തലയിൽ നിറച്ച് മുടി ഉള്ള അരുൺ, ഡോക്ടർ അരുൺ കുമാർ റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന് തള്ളോട് തള്ള് ഉന്തി മറിക്കുകയാണ്. എന്താ തള്ള്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അപ്പോയിൻമെൻറ്റ് നടത്തിയത് കേരളമല്ലേ? ചോദിക്കുന്നതാരാ? സാധാരണ സ്മൃതി പരുത്തിക്കാടോ, അല്ലെങ്കിൽ ആൻറ്റോയോ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആര് ചോദിച്ചാലും നമുക്ക് സങ്കടമില്ല. അരുൺ ചോദിക്കാൻ പാടില്ല. അരുൺ ഡോക്ടറേറ്റ് ഉള്ള ആളല്ലേ, ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറല്ലേ, അരുൺ ഡേറ്റ വെച്ചല്ലേ സംസാരിക്കാവൂ. അരുൺ വിവരക്കേട് പറയാൻ പാടുണ്ടോ? അരുൺ അങ്ങനെ പിണറായിയെ മെഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് വിവരക്കേട് പറയരുത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും PSC ആണോ മുഴുവൻ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്? അല്ല. എന്തുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാം PSCക്ക് വിട്ടില്ല? കേരളത്തിൽ എന്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും PSCക്ക് വിട്ടത്? കേരളത്തിൽ എല്ലാ കാര്യങ്ങളും PSCക്ക് വിട്ടത് ഓരോ കാലത്തിലും, പ്രത്യേകിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി അധികാരത്തിൽ വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, ഇഷ്ടപ്പെട്ട PSUകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, KSRTCയിൽ, വാട്ടർ അതോറിറ്റിയിൽ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പാർട്ടി സഖാക്കളെയും പാർട്ടിയിൽ നിന്ന് മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വരുന്ന ലിസ്റ്റിൽ വഴി ആളെ കയറ്റിക്കൊണ്ടേയിരുന്നു, ഇൻ്റർവ്യൂ നടത്തി. അങ്ങനെ അതിശക്തമായ അഴിമതി പറഞ്ഞാണ് അരുണെ കുറേ അധികം സ്ഥാപനങ്ങൾ PSCക്ക് വിട്ടിയത്. തമിഴ്നാട്ടിൽ PSC വഴിയല്ല ഒരുപാട് അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നത്, ബോർഡുകൾ വഴിയാണ്. അധ്യാപക അപ്പോയിൻമെൻറ്റ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് അവിടുത്തെ ബോർഡ് വഴിയാണ്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് അവരുടെ ബോർഡ് വഴിയാണ്. ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് അവിടുത്തെ PSC വഴിയല്ല, ബോർഡ് വഴിയാണ്. അപ്പോൾ അരുൺ എടുക്കേണ്ട കണക്കെന്താണ്? ഓരോ വർഷവും ഓരോ സ്റ്റേറ്റിൽ PSC വഴിയാകട്ടെ അല്ലാതെ ആകട്ടെ മൊത്തം ആളുകൾക്ക് ജോലി കൊടുത്തത് എത്ര? ആ കണക്കെടുത്താൽ കേരളം എവിടെ നിൽക്കും? ഒന്ന് കണക്കെടുക്കൂ അരുണേ. കർണാടകത്തിലെയും നിങ്ങൾ വടക്കോട്ടൊന്നും പോണ്ട, കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലെയും മാത്രം കണക്കെടുക്കൂ, തെലുങ്കാനയിലെയും സെക്കൻഡ് സ്റ്റേറ്റുകളുടെ കണക്കെടുക്കൂ, ഗോവയുടെയും, വേണമെങ്കിൽ മഹാരാഷ്ട്ര എടുത്തോളൂ. അവിടെ ഓരോ വർഷവും നടത്തുന്ന പബ്ലിക് അണ്ടർടേക്കിങ്ങുകൾ കൊടുക്കുന്ന ജോലി, വ്യാവസായിക സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന ജോലി, സ്വകാര്യ മേഖലയിൽ കിട്ടുന്ന ജോലി, സർക്കാർ മേഖലയിൽ കിട്ടുന്ന ജോലി, ഇതിൻ്റെ കണക്കെടുക്കുന്നേ. എന്നിട്ട് കണക്കെടുത്തതിന് ശേഷം അവിടുത്തെ പബ്ലിക് അണ്ടർടേക്കിങ്സിൽ നേരിട്ട് പരീക്ഷ നടത്തുന്ന സ്ഥലങ്ങളിൽ കൊടുക്കുന്ന ജോലിക്കാരുടെയും ഇൻ്റർവ്യൂവിൽ ലിസ്റ്റ് കിടക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അതുകൂടി നമ്മുടെ ഇവിടുത്തെ PSC പോലെ അവിടുത്തെ PSCയിൽ കൂട്ടിയാലല്ലേ നമുക്ക് കണക്ക് ശരിയാവുകയുള്ളൂ അരുണേ. ഇതങ്ങനെ അല്ല അരുൺ നടക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കരുത്. നമുക്ക് വോട്ട് വേണമെങ്കിൽ വോട്ട് വാങ്ങിച്ചു കൊടുക്കാം, തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയം കളിക്കാം. നിങ്ങളുടെ ചാനലിൻ്റെ മേധാവിക്ക് മരമുറി ചാനലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള കേസും വഴക്കുമൊക്കെ നടക്കുകയാണെങ്കിൽ അതൊക്കെ ശരിയാണ്, നമ്മൾ ചർച്ച ചെയ്യണം. അതിനൊക്കെ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഫയലുണ്ടെങ്കിൽ ഗവൺമെൻറ് നമ്മളെ കണ്ണുരുട്ടും, വിജിലൻസ് നമ്മളെ വരട്ടും. അപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് ആഭിമുഖ്യം കാണിക്കണം. അല്ലെങ്കിലും താങ്കൾ അറിയപ്പെടുന്ന പഴയ ഇടതുപക്ഷക്കാരനും SFIക്കാരനും ഒക്കെയാണ്, താങ്കളത് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബ്രാഹ്മണിക്കൽ ഹെജിമണി ഇഷ്ടമല്ല. പക്ഷേ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളിടത്ത് പോയി കല്യാണം കഴിക്കും. ആരാണ് കല്യാണം കഴിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വെജിറ്റേറിയനെക്കുറിച്ച് തെറി പറയും, പക്ഷേ കഴിക്കുമ്പം നമ്മൾ വെജിറ്റേറിയനും കഴിക്കും, അത് വേറെ കാര്യം. അല്ലെങ്കിൽ വെജിറ്റേറിയനേ കഴിക്കൂ, അതൊക്കെ വേറെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ വ്യക്തി ജീവിതവും
കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ ഒന്നിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ വിഷയം അരുണിനെ വിട്ടിരിക്കുന്നു. പക്ഷേ അരുൺ ഒരു കൊടും ചതിയാണ് പറയുന്നത്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഡേറ്റ വെച്ച് സംസാരിക്കണം. അങ്ങനെ ഡേറ്റ വെച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുള്ള 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുള്ള സംസ്ഥാനം കേരളമല്ല. അതേസമയം PSC എന്ന് പറയുന്ന നിങ്ങൾ ഈ പറയുന്ന ബൈഫർക്കേഷനിലെടുത്താൽ, ഇവിടുത്തെ PSC എടുത്താൽ, അവിടുത്തെ മറ്റു സ്ഥലങ്ങളിലെ PSCയും മറ്റ് സ്ഥാപനങ്ങളും കൂടി ചേർത്തെടുക്കാതിരുന്നാൽ കണക്ക് തെറ്റിപ്പോവും അരുണെ. അങ്ങനെ ഒരു തെറ്റായ കണക്ക് വെച്ചുകൊണ്ട് അരുൺ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ദയവായി കുറച്ചുകൂടി ശരിയായ ഡേറ്റ എടുത്ത് വേണം വർത്തമാനം പറയാൻ. അല്ലെങ്കിൽ താങ്കളുടെ ചാനൽ മാത്രം കാണുന്നവരും ഉണ്ടല്ലോ, താങ്കളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, താങ്കളുടെ ചാനൽ മാത്രം കാണുന്ന അവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഇതാണ് ശരിയെന്ന്. സത്യം കള്ളം ലോഹം ചുറ്റി വരുമ്പോൾ സത്യം ചെപ്പ് തുറക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ അരുൺ പറയുന്ന ഈ കള്ളങ്ങളെല്ലാം എല്ലാവരും കണ്ട് എയറിലൊക്കെ വന്ന് വരുമ്പോൾ ഇവിടെ സത്യം പതുക്കെ ഉറക്കണീറ്റ് വരുന്നേ ഉണ്ടാവുകയുള്ളൂ, ചെപ്പിനകത്ത് നിറങ്ങി വരുന്നേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സത്യത്തെ മൂടി വച്ചിട്ട് അരുൺ അതിൻ്റെ പുറത്ത് കയറി അടയിരിക്കരുത്. അത് സത്യത്തെ കുറച്ചുകൂടി കൃത്യമായി പറയണം. ഡേറ്റ പറയുമ്പോൾ താങ്കൾ അല്ലെങ്കിൽ വലിയ പവർ പോയിൻ്റൊക്കെ പ്രസൻറ്റേഷൻ പോലെ, അല്ലെങ്കിൽ പിന്നെ മറ്റേ 3D പ്രസൻറ്റേഷനൊക്കെ താങ്കൾ നടത്തുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ യുവാക്കൾക്ക് പബ്ലിക് അണ്ടർടേക്കിങ്ങുകളിലും PSUകളിലും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലും അവിടുത്തെ സർക്കാർ ഫാക്ടറികളിലും അതുകൊണ്ടല്ലോ ഒക്കെ എത്ര ജോലി കൊടുക്കുന്നു. അങ്ങനെ കേരളത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ യുവാക്കൾക്ക് എത്ര ജോലി കൊടുത്തു, അടുത്തൊരു കോളം നിങ്ങൾ ഇടണം. എത്ര ലിസ്റ്റ് ഇവിടെ ക്യാൻസൽ ചെയ്തു, ഒരാളെ പോലും അപ്പോയിൻറ്റ് ചെയ്യാതെ എത്ര ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു, അടുത്ത് നിങ്ങളൊരു കോളം കൂടെ ഇടണം. ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത സ്ഥലത്തൊക്കെ എത്ര പേരെ കുത്തിത്തിരികെ കയറ്റിയിട്ടുണ്ട്, അവരെ ഡെയിലി വേജസ് എടുത്ത് അവരെ കാഷ്വൽ ലേബറാക്കും, കാഷ്വൽ ജീവനക്കാരാക്കും, കരാർ ജീവനക്കാരാക്കും, പല രൂപത്തിലാക്കും, പിന്നെ അവരെ സ്ഥിരപ്പെടുത്തും. അങ്ങനെ എത്ര പേരെ ചെയ്തിട്ടുണ്ടെന്നും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അരുണെ. അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നടത്തിയാൽ ഒരു സത്യസന്ധത ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വൺ സൈഡഡായി പോവും, അതൊരു ഭരണകക്ഷി മേൽവിലാസമായി പോവും ചാനൽ. അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ തൊട്ട് താഴെ ഭരണകക്ഷി മേൽവിലാസം കൂടി ഭരണകക്ഷി ചാനലെന്ന് കൂടി എഴുതുക, അല്ലെങ്കിൽ പിണറായി ചാനലെന്ന് എഴുതുക, അല്ലെങ്കിൽ CPM ചാനലെന്ന് എഴുതുക. അതിന് പറ്റിയില്ല, കാരണം നിങ്ങൾ സ്മൃതി പരുത്തിക്കാടിനെയും മലരെയൊക്കെ വെച്ച് കോൺഗ്രസും BJPക്കാരെയൊക്കെ അതിനകത്ത് അവർക്ക് വേണ്ടി സംസാരിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ കോട്ടിടാറുണ്ട്, നിങ്ങൾ ഒരു കർച്ചീഫ് ബാലേന്ദ്രൻ കെട്ടിയിരിക്കുമ്പോൾ ഒരു കർച്ചീഫ് നെറ്റിയിൽ കെട്ടുക, അതിൽ എഴുതി വയ്ക്കുക ഞാനൊരു CPM ന്യായീകരണ തൊഴിലാളി എന്ന് എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ഡേറ്റകൾ വളരെ മോശമായി വരുന്നുണ്ട്. എന്നിട്ടും റിപ്പോർട്ടർ ചാനലിന് CPMകാരുടെ സപ്പോർട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു ഗതികേട് അരുണേ.